ഇപ്പം നമ്മൾ ഈ CPIM നേതാവായ തോമസ് ഐസക് കഴിഞ്ഞ ദിവസമാണ് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്കെതിരെ ഒരു വിമർശനം ഉന്നയിച്ചത്. കലാകാരന്മാർ എന്നാണ് CPIMന് വെറുക്കപ്പെട്ടവരായത് എന്ന് ആ പരാമർശത്തിന് പിഷാരടി മറുചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം നിൽക്കാത്തവർ വെറുക്കപ്പെടേണ്ടവർ ആണെന്ന നിലപാട് ശരിയല്ല, സമരം ചെയ്ത് കിട്ടുന്നതല്ല സംസ്കാരമെന്നും പിഷാരടി പറഞ്ഞു. പിഷാരടിയുടെ വാക്കുകൾ കേൾക്കാം. അദ്ദേഹത്തിന് എൻ്റെ കയ്യിൽ നിന്ന് നേരിട്ടൊരു മറുപടി കൊടുക്കുന്നില്ല. ബഹുമാനം, സ്നേഹം മാത്രം. എനിക്ക് സംസ്കാരം കൂടി ഉണ്ട്, സ്വാതന്ത്ര്യം മാത്രമല്ല ഉള്ളത്. അതുകൊണ്ട് ഈ സംസ്കാരം സമരം ചെയ്താൽ കിട്ടുന്നൊരു കാര്യമല്ല, അത് എളുപ്പത്തിൽ കിട്ടില്ല. അപ്പോൾ ഇത്രയും നാടക കലാകാരന്മാർ, KPSC പോലെയൊക്കെയുള്ള ട്രൂപ്പുകളിലെ കലാകാരന്മാർ മൈക്ക് പോലും ഇല്ലാത്തൊരു കാലത്ത് ഒരുപാട് ഉത്സവപ്പറമ്പുകളിൽ പരിപാടികൾ അവതരിപ്പിച്ച് നാടകം നടത്തിയുമെല്ലാം ആ പ്രസ്ഥാനത്തെ അത്രയും മുന്നിലേക്ക് കൊണ്ടുവന്ന ശേഷം ഇവർക്ക് എന്നു മുതലാണ് കലയും കലാകാരനുമൊക്കെ ഇത്രയും കാണാൻ വയ്യാത്ത ആളാകുന്നത്? അത് അവനവനോടൊപ്പം നിൽക്കാത്ത എല്ലാവരും വെറുക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു പ്രത്യയശാസ്ത്രം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായി പാലക്കാട് നിന്നുണ്ട്. സച്ചിൻ, ഇപ്പോൾ പിഷാരടി പറഞ്ഞൊരു ചോദ്യമുണ്ട്. ഇപ്പം വലിയൊരു നാടക പാരമ്പര്യമൊക്കെയും പാർട്ടിക്ക് അവകാശപ്പെടാനിരിക്കെ ഇങ്ങനൊരു പ്രസ്താവന അത് നല്ലതായിരുന്നോ എന്നുള്ളത് പാർട്ടി തന്നെ ചിന്തിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള എന്തോ കോമാളി വേഷം കെട്ടുന്ന നടന്മാരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കിയിട്ട് വോട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇങ്ങനെയായിരുന്നു തോമസ് ഐസക്കിന്റെ ചോദ്യം. അതിനുള്ള പിഷാരടിയുടെ മറുപടി, ആ മറുപടി തൃപ്തികരമാണോ സച്ചിൻ? സേതു, കഴിഞ്ഞ ദിവസമായിരുന്നു CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായിട്ടുള്ള തോമസ് ഐസക് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുള്ളത്. കോമാളി വേഷം കെട്ടുന്നവരെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് വോട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നായിരുന്നു അത്തരത്തിലൊരു പരാമർശം തോമസ് ഐസക്കിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഇതിന് മറുപടി എന്നോണമാണ് അല്പസമയം മുൻപ് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി രംഗത്തെത്തിയത്. പ്രധാനമായും പറഞ്ഞത് തോമസ് ഐസക് മുതിർന്ന ഒരു CPIMന്റെ നേതാവാണ്, അദ്ദേഹത്തിന് നേരിട്ട് മറുപടി പറയാൻ താൻ തയ്യാറാകുന്നില്ല എന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, തനിക്ക് സംസ്കാരമുണ്ട് എന്ന കാര്യവും പിഷാരടി വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്കാരം സമരം ചെയ്ത് കിട്ടുന്നതല്ല എന്ന കാര്യമാണ് പിഷാരടി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കലാകാരന്മാരെ CPIM ഇത്തരത്തിൽ പിന്താങ്ങാത്തത്, അതായത് പിന്തുണക്കാത്തത്, തങ്ങൾക്ക് അനുകൂലമാകാത്തവരെയെല്ലാം ആക്രമിക്കുന്ന രീതിയാണ് CPIMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്ന കാര്യവുമാണ് പിഷാരടി വ്യക്തമാക്കിയിട്ടുള്ളത്. സേതു, ഓക്കെ, ശരി.